അമ്മച്ചി എവിടെ പോയോ എന്തോ കാണുന്നില്ല. 2-3 ദിവസം കൊണ്ട് അയോധ്യ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സംഭാവന കൊള്ള വലിയ വിവാദമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശശികല അമ്മച്ചിയെ കാണേണ്ടത്. എങ്ങ് ശശികല അമ്മച്ചിയെ കാണുന്നില്ല. അതെന്താ ശശികല അമ്മച്ചി? സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അതിനകത്ത് തെറ്റുകാരായതുകൊണ്ടാണോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തത്? 1 2 3 4 സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത നിലപാടുകൾ എതിർക്കാൻ നിങ്ങളെ കൊണ്ട് നല്ല കഴിവാണ്. കാരണം വാ തുറന്നു കഴിഞ്ഞ പിന്നെ വർഗീയതയുടെ അങ്ങേയറ്റമാണല്ലോ. എങ്ങനെ വർഗീയത തുപ്പി വർഗീയത എന്ന വിഷം തുപ്പിയിട്ട് 2 മതക്കാരെ തമ്മിൽ അടുപ്പിക്കാമെന്ന് ഉള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്നതാണ് ഈ ശശികല അമ്മച്ചിയുടെ സ്ഥിരം പരിപാടി. പക്ഷെ ഇപ്പോൾ അയോധ്യ പോലുള്ള അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തെ ഒരു ക്ഷേത്രത്തില് സംഭാവന കൊള്ള നടന്നപ്പോഴത്തേക്കിനും ഈ അമ്മച്ചിക്ക് ഒന്നും പറയണ്ട. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. എന്താ കാര്യം? സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടതാണ് അമ്മച്ചി. സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് നിങ്ങളെ പോലുള്ളൊരു മഹത്വം നിലനിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാ തുറന്ന വർഗീയത അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും പറയത്തില്ല. ഞാൻ ഇന്ന് വരെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ആശയം തെറ്റാണെന്നോ വിശ്വാസം തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അവരുടെ കിതാബിൽ എന്തോ പറഞ്ഞോട്ടെ, അത് എനിക്കറിയേണ്ട വിഷയമില്ല. പക്ഷെ അവരേതെങ്കിലും വിധത്തിൽ എനിക്ക് ദോഷമായിട്ട് വരുമ്പോൾ ആ കാര്യത്തെ പറ്റി ഞാൻ പറയും. നീ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഇന്ന് വരെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ആശയം തെറ്റാണെന്നോ ഇപ്പോ അപ്പുറത്തെ വീട്ടിലൊരു സ്ത്രീയെ പറ്റിയിട്ട് എനിക്കൊന്നും അതിന് അപവാദം എന്നാ പറയാ. അതിന്റെ ഗുണം കാണാനുണ്ടായി. അപ്പുറത്തെ വീട്ടിലൊരു സ്ത്രീ അല്ലെ, അവരെന്തിനാ ഇങ്ങനെ പുറപ്പെട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അവരെന്തിനാ മറ്റേ മിണ്ടനെ, അതിനെയൊക്കെ പറയാ അപവാദം എന്നാണ്. അതെനിക്ക് നോക്കേണ്ട വിഷയമില്ല. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. പക്ഷെ അവരേതെങ്കിലും വിധത്തിൽ എനിക്ക് ദോഷമായിട്ട് വരുമ്പോൾ ആ കാര്യത്തെ പറ്റി ഞാൻ പറയും. അതാ നിന്റെ വിഷമം അല്ല. അതല്ലാതെ അവരവിടെ എന്ത് കറിയ വെക്കുന്നു, അവരെന്ത് മേക്കപ്പ് ആടുന്നു, അവരെന്ത് ഡ്രസ്സാ ധരിക്കുന്നു, അവരെങ്ങനെ, ഇതെനിക്ക് നോക്കേണ്ട കാര്യമില്ല. അതിനെ അപവാദം. അപ്പൊ ഞാൻ മറ്റൊരു മതം ഈ തരത്തിലേ നോക്കി കാണാറുള്ളൂ. അവർ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. പക്ഷെ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ അതേതെങ്കിലും വിധത്തിൽ ദോഷമാണ്. അതിനാണല്ലോ ഞാനൊരു ഹിന്ദു സംഘടനാ പ്രവർത്തക ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണമായിരുന്നു. അങ്ങനെ അതും പറയുമ്പോഴത്തേക്കിനും തെറ്റുകാരുടെ കാര്യം എടുത്തു പറഞ്ഞു. സ്വന്തം മതവാദമൊന്നും നോക്കരുത്. സ്വന്തം മതത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയണം. അപ്പോൾ അവിടെ മതം മാറ്റമാകാം, അത് ഭീകരവാദമാകാം, അല്ലെങ്കിൽ മതപ്രീണനമാകാം. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലാതെ എന്റെ എല്ലാ പ്രസംഗവും നോക്കാം. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചരക്കാൻ. ആന്റി കൊഞ്ചം ഇങ്ക പാറ്. 1950 ശബരിമല ക്ഷേത്രം കത്തിയതല്ല, നമുക്കറിയാം കത്തിച്ചതാണ് എന്നുള്ളത്. തിരുവല്ലാക്കാർക്ക് ഞാൻ പറഞ്ഞു തരണ്ട. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അഗ്നിതാണ്ഡവത്തിന് മുന്നില് ശ്രീകോവിലും വിഗ്രഹവും എല്ലാം കത്തിയമർന്നു. അന്നത്തെ ശരാശരി ഹിന്ദു പൂജാമുറികളിലും ക്ഷേത്രങ്ങളിലും നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാന്ന്. അയ്യപ്പൻ വാടക കൊണ്ടേ പോലെ ടെൻഡർ ഏറ്റെടുക്കാൻ തുടങ്ങാത്തതുകൊണ്ട് ആരുടെയും കൈയൊന്നും വെട്ടിയില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങും. അർജുന, നീ ആയുധം എടുക്കാൻ ഞാൻ തേർതെളിക്കാം എന്നാ ഹിന്ദുവിനോട് പറഞ്ഞത്. അത് അല്ലാതെ നീ അവിടെ നാമം ചൊല്ലിയിരുന്നോ പണിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത്. നീ ആയുധം എടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം. ഇത് മറന്ന ഹിന്ദു അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പറഞ്ഞപ്പോ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. പക്ഷെ നേരത്തെ സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അതേ ശബരിമല ക്ഷേത്രത്തിന്റെ പൂങ്കാവനത്തിൽ നിലയ്ക്കലിൽ കുരിശു പൊട്ടി മുളച്ചപ്പോ അന്നത്തെ ഹിന്ദു അയ്യപ്പാ അവന് വേണ്ടത് കൊടുക്കപ്പാ എന്ന് പ്രാർത്ഥിച്ചില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് അനുഗ്രഹം നേടിക്കൊണ്ട് ഹിന്ദു തന്നെ ഇറങ്ങി. സർവമാന ഹിന്ദുവും ഒരുമിച്ച് രംഗത്തിറങ്ങിയപ്പോ ആ കുരിശ് അവിടെ നിന്ന് പിഴുതെറിയാനും നാഴികകൾക്കപ്പുറത്ത് ആങ്ങാമൊഴിയിലേക്ക് അത് വലിച്ചെറിയുവാനും ഹിന്ദുവിന് സാധിച്ചുവെങ്കിൽ അത് കാലം സമ്മാനിച്ച കരുത്തല്ല, മറിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹിന്ദു സമൂഹത്തിന് ഉണ്ടാക്കിയെടുത്ത സംഘടിത ബലവും ആത്മബലവുമാണ് ഇത്തരത്തിൽ പെരുമാറുവാൻ ഹിന്ദു സമൂഹത്തിന് ധൈര്യം പകർന്നു തന്നത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നക്കിക്കൊല്ലുന്ന മതം മാറ്റക്കാരാണ്. തിരുവല്ലാക്കാർക്ക് തീരെ അപരിചിതമല്ല ആ സംഗതി എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ വസ്തുതയാണത്. എനിക്ക് എവിടെ അനീതി കണ്ടാലും
അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ച് മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനെ നമുക്ക് ഇഷ്ടമാണ്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്, ആയിക്കോട്ടെ, എടുത്തോളൂ, ഞങ്ങൾക്ക് വേണ്ട. ദൈവരാജ്യവും നിങ്ങൾക്കുള്ളത്, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടൂടെ? സ്വർഗവും ദൈവരാജ്യവും ഒന്നും ഒറ്റയ്ക്ക് പോവാല്ലോ. ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവർക്ക് സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? ഈ ബസ് നേരെ സ്വർഗത്തിലേക്കാണ്, ലിമിറ്റഡ് സ്റ്റോപ്പും കൂടി അല്ല, നോൺ സ്റ്റോപ്പ് ആണ്. കേറും എന്ന് പറഞ്ഞിട്ട് ആളെ വലിച്ചോണ്ട് പോകുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന സംശയം, ഇവർക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പേടിയുണ്ട്. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? ഹിന്ദു ഉണ്ടെങ്കിലല്ലേ മതേതരത്വം നടക്കുള്ളൂ. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? അതുകൊണ്ടായിരിക്കാം ഹിന്ദുവിനെ നേരെ വലയെറിഞ്ഞു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളത്. വഴിവിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളുണ്ടാവും. വ്യക്തിപരമായ ഒരു അഭിപ്രായം, അത് നിർത്താൻ ഒരു വഴിയുണ്ട്. നമ്മളിറങ്ങുക, ഈ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അതിനുള്ള ശേഷി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം. നമ്മളിറങ്ങുക ഇതേപോലെ കുറച്ചു കാലത്തേക്ക് നമ്മളും അല്ലെ കൊരങ്ങന്മാരെ പോലെ രാമാവതാര സമയത്ത് പറഞ്ഞിട്ടില്ലേ, കൊരങ്ങന്മാരാവാൻ പറഞ്ഞു ദേവന്മാരോടും ഋഷിമാരോടും. വേണ്ടാന്ന് തോന്നി അത്ര. എന്താ കൊരങ്ങന്മാരുടെ പ്രത്യേകത? ഇങ്ങോട്ട് എങ്ങനെയാണോ സമൂഹം പ്രതികരിക്കുന്നത് അങ്ങോട്ട് അതേപോലെ പ്രതികരിക്കും. ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കും, ഇങ്ങോട്ട് നമസ്തേ പറഞ്ഞാൽ അങ്ങോട്ട് നമസ്തേ പറയും, ഇങ്ങോട്ട് എറിയണമെങ്കിൽ അങ്ങോട്ട് എറിയും. അതാണല്ലോ കൊരങ്ങന്മാര്. വേണം. അങ്ങനെ ശ്രീരാമനെ സഹായിച്ച വാനരപ്പടയെ പോലെ കുറച്ചു കാലം ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്ന വെച്ചാൽ അതേ നാണയത്തിൽ അങ്ങോട്ടും പെരുമാറാൻ പറ്റുന്ന വിധത്തില് നമ്മളൊന്ന് ഇറങ്ങി വെക്കാം. ഇടവഴിയാന്തരം അങ്ങനെ ഒരു മോഹം തോന്നി, നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. വീടാന്തരം കേറിയിട്ട് ഒരു 4 കച്ചവടം ഉറപ്പിച്ച് അവിടെ തന്നെ നിയമം മൂലം മതം മാറ്റം നിരോധിക്കും. ഹിന്ദു ഒരു 10 ആളെ മാറ്റിയെടുത്താൽ തന്നെ സർക്കാർ നിയമം കൊണ്ടുവരും, മതം മാറ്റം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉത്സവ പറമ്പിൽ മേശ വലിച്ചിട്ടിട്ട് ഉപദേശി വന്ന് പാപികളേന്ന് നീട്ടി വിളിക്കുന്നു. നമ്മളാരും ചെവി കൊടുക്കില്ല, നമ്മളാരും പാപികളല്ലല്ലോ, അതുകൊണ്ട് നമ്മളാരും ചെവി കൊടുക്കാറില്ല. പക്ഷെ അന്ന് കളി ഉത്സവ പറമ്പിലായിരുന്നു എങ്കിൽ ഇപ്പൊ കളി ആശാന്റെ നെഞ്ഞത്തേക്ക് കയറി തുടങ്ങി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലെ ലോകത്ത് തന്നെ വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ തൊഴാൻ ക്യൂ നിൽക്കുന്ന, ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുന്ന ഭക്തർക്കിടയില് സുവിശേഷ ലഘുലേഖ വിതരണം ചെയ്ത ഒരു ജീവനക്കാരിയെ കയ്യോടെ പിടികൂടി. ദേവസ്വം ജീവനക്കാരിയെ. എന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള NOC കൊണ്ട് കൊടുത്തേക്ക. ആര്? ദേവസ്വം ജീവനക്കാരി. തിരുപ്പതി ഭഗവാന്റെ കാശ് കൊണ്ട് അന്നം ഉണ്ടെന്നവള്. ഇതെങ്ങനെ നടന്നു എന്നാണ് ഈ വർത്തമാനകാല മലയാളി അന്വേഷിക്കേണ്ടത്. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ, അതിനിടക്കല്ലേ കൈയുടെ നഖം. അതാണ് സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മിടുക്ക്. നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന മിടുക്ക്. ക്ഷേത്രങ്ങളത്തെ അത്രയും കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുത്ത ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മിടുക്കാണത്. എങ്ങനെയുണ്ട്? തിരുപ്പതി ദേവസ്വത്തിലെ ജീവനക്കാരില് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം നമുക്ക് എത്ര പേർക്കറിയാം? അതാണ് സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മിടുക്ക്. ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ഹിന്ദു ഒരു ഗതിയും പരഗതിയില്ലാതെ തെണ്ടുമ്പോ അവന്റെ അമ്പലത്തിൽ ജോലി ചെയ്യുന്നത്, ഹിന്ദുവിന്റെ ചില്ലാനങ്ങളെ കൊണ്ട് ശമ്പളം വാങ്ങുന്നത് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം ഹിന്ദുവിനെ കണ്ണു തുറപ്പിക്കണ്ടേ? അതാണ് മിടുക്ക്. അല്ലെങ്കിൽ അമ്മച്ചി എപ്പോഴും എന്താ ചെയ്യുന്നത്? വർഗീയത മാത്രം പറയാനായിട്ട് വിഷം തുപ്പും. അമ്മച്ചിയുടെ ഒരു ശീലമുണ്ട്. അമ്മച്ചിയുടെ നോട്ടം അങ്ങ് അടുക്കള തൊട്ടങ്ങ് ഹിമാലയം വരെ പോകുന്നൊരു നോട്ടമുണ്ട്. എന്റെ അയോധ്യയിലോട്ടൊന്നും ആ നോട്ടം എത്തിയിരുന്നു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. കേട്ടല്ലോ അല്ലേ? இந்த மாதிரி தங்கமான ஒரு தங்கச்சியே நமக்கு இனி கிடைக்குமா?